केरला के राज्यपाल राजेंद्र आर्लेकर जी, मुख्यमंत्री पिनराई विजयन जी, अलग अलग स्थानों से जुड़े केंद्रीय मंत्रिमंडल के मेरे साथी, तिरुवनंतपुरम का गौरव और नवनिर्वाचित मेयर, मेरे बहुत पुराने साथी वीवी राजेश जी, अन्य महानुभाव, देवी और सज्जनों, नमस्कारम। കേരളത്തിന്റെ ആരാധ്യനായ ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ ജി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ജി, വ്യത്യസ്ത വകുപ്പുകളിൽ എന്നോടൊപ്പം കേന്ദ്ര മന്ത്രിസഭയിലുള്ള സഹപ്രവർത്തകർ, ഈ തിരുവനന്തപുരത്തിന്റെ പുതിയ മേയർ, തിരുവനന്തപുരത്തിന്റെ അഭിമാനം, എൻ്റെ പഴയകാല സുഹൃത്തു കൂടിയായ ശ്രീ വി രാജേഷ്, സദസ്സിലും വേദിയിലുമുള്ള എല്ലാ ബഹുമാന്യരെ എല്ലാവർക്കും സാദര നമസ്കാരം. आज केरला के विकास के लिए केंद्र सरकार के प्रयासों को नई गति मिली है। आज से केरला में रेल कनेक्टिविटी और सशक्त हुई है। तिरुवनंतपुरम को देश का बड़ा स्टार्टअप हब बनाने के लिए पहल हुई है। आज केरला से पूरे देश के लिए गरीब कल्याण से जुड़ी एक बड़ी शुरुआत भी हो रही है। आज पीएम स्वनिधि क्रेडिट कार्ड लॉन्च किया गया है। इससे देश भर के रेहड़ी, ठेले, फुटपाथ पर काम करने वाले साथियों को लाभ होगा। मैं विकास की, रोजगार निर्माण की इन सभी योजनाओं के लिए केरला की जनता को, देशवासियों को बहुत बहुत बधाई देता हूं। കേരളത്തിന്റെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ഇന്നൊരു പുതിയ ദിശാബോധം കൈവന്നിരിക്കുകയാണ്. കേരളത്തിന്റെ റെയിൽവേ യാത്രാ സൗകര്യം ഇന്നു മുതൽ കൂടുതൽ ശക്തമാവുകയാണ്. രാജ്യത്തെ വലിയ സ്റ്റാർട്ടപ്പ് കേന്ദ്രമായി തിരുവനന്തപുരത്തെ മാറ്റുന്നതിനുള്ള ആദ്യ ചുവട് ഇന്ന് വെക്കുകയാണ്. രാജ്യത്തെ മുഴുവൻ പാവപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി നടപ്പാക്കുന്ന ഒരു മഹത്തായ സംരംഭത്തിനും തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമായിട്ടുണ്ട്. ഇന്നാണ് രാജ്യത്ത് പ്രധാനമന്ത്രി സ്വനിധി ക്രെഡിറ്റ് കാർഡ് പദ്ധതിക്ക് തുടക്കമായത്. ഇതുമൂലം രാജ്യത്തെ ഉന്തുവണ്ടി കച്ചവടക്കാർ, തട്ടുകടക്കാർ, വഴിയോര കച്ചവടക്കാർ എന്നിവർക്കാണ് അതിന്റെ ഗുണം കിട്ടുക. വികസനത്തിനും തൊഴിൽ ഉൽപാദനത്തിനുമൊക്കെ കാരണമാകുന്ന ഈ പദ്ധതികൾക്ക് രാജ്യത്തെ എല്ലാവരുടെയും പേരിൽ ഞാൻ ആശംസകൾ നേരുന്നു. एनडीए सुहृदगणे, विकसित भारत बनाने के लिए आज पूरा देश एकजुट होकर प्रयास कर रहा है। विकसित भारत के निर्माण में हमारे शहरों की बहुत बड़ी भूमिका है। बीते 11 वर्षों से केंद्र सरकार अर्बन इंफ्रास्ट्रक्चर पर बहुत निवेश कर रही है. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വികസിത ഭാരത നിർമ്മാണത്തിനായി ഇന്ന് രാഷ്ട്രം ഒറ്റക്കെട്ടായി പരിശ്രമിക്കുകയാണ്. വികസിത ഭാരതത്തിന്റെ നിർമ്മാണത്തിൽ നമ്മുടെ നഗരങ്ങൾക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. കഴിഞ്ഞ 11 വർഷമായി രാജ്യത്തെ നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ വൻതോതിലുള്ള നിക്ഷേപമാണ് നടത്തിവരുന്നത്. सुहृदगणे, केंद्र सरकार शहर के गरीब परिवारों के लिए भी बहुत काम कर रही है। पीएम आवास योजना के तहत देश में 4 करोड़ से अधिक घर बनाकर गरीबों को दिए गए हैं। इनमें शहरी गरीबों के लिए 1 करोड़ से अधिक घर बनाए गए हैं। केरला के करीब 1.25 लाख शहरी गरीबों को भी उनका पक्का घर मिला है।
പ്രിയപ്പെട്ടവരെ, നഗരങ്ങളിലെ ദരിദ്ര കുടുംബങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ഇന്നുവരെ രാജ്യത്ത് 4 കോടി പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ 1 കോടിയിലധികം അടച്ചുറപ്പുള്ള വീടുകൾ കിട്ടിയത് നഗരപ്രദേശത്തെ സാധാരണ ദരിദ്രരായ മനുഷ്യർക്കാണ്. ഈ പദ്ധതി മൂലം കേരളത്തിൽ 25 ലക്ഷം നഗരവാസികൾക്കാണ് ഉറപ്പുള്ള വീടുകൾ കിട്ടിയത്. सुहृदगणे, गरीब परिवारों का बिजली का बिल बचे, इसके लिए पीएम सूर्यघर मुफ्त बिजली योजना शुरू की गई है। गरीबों को आयुष्मान भारत से 5 लाख रुपए का फ्री हेल्थ ट्रीटमेंट मिल रहा है। नारी शक्ति की स्वास्थ्य सुरक्षा के लिए मातृ वंदना योजना जैसी स्कीम बनाई गई है। केंद्र सरकार ने 12 लाख रुपए तक की इनकम उसको टैक्स फ्री कर दिया है। इसका बहुत बड़ा फायदा केरला के लोगों को भी हुआ है, विशेष करके मध्यम वर्ग को हुआ है, सैलरी क्लास को हुआ है. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ വലിയ വൈദ്യുതി നിരക്കിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി സൗജന്യ വൈദ്യുത പദ്ധതിയായ PM സൂര്യഘർ യോജന രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. രാജ്യത്തെ പാവപ്പെട്ടവർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഇന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ കരുത്തായ നാരീശക്തിയുടെ, സ്ത്രീ ശക്തിയുടെ ആരോഗ്യ സംരക്ഷണത്തിനായി മാതൃവന്ദന പോലെയുള്ള വിവിധ പദ്ധതികൾ ഇന്ന് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. രാജ്യത്ത് 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിന്റെ വലിയൊരു പ്രയോജനം കേരളത്തിനും കിട്ടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.